വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ധനീഷ് ചെറുവച്ചേരി, ഓക്കെ. ബാദുഷാ കുന്നംകുളം, ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ കണ്ണൂർ ABC സെയിൽസ് കോർപ്പറേഷൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവരുടെ സപ്പോർട്ടാണ് ഞാൻ ഇവിടെ എത്താനുള്ള മെയിൻ കാരണം. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ 20 വർഷമായിട്ട് മിമിക്രി രംഗത്തുണ്ട്. എൻ്റെ വീട് കുന്നംകുളത്തിനടുത്ത് കമ്പനിപ്പടി എന്നുണ്ട് സ്ഥലമാണ്, ഒരു സാധാ ഗ്രാമം. പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെയിലിനാണ് കൂടുതൽ. അങ്ങനെ അത് സെയിലിനിടയിൽ ഐസ്ക്രീം തിന്നാറുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് ആരാണ് തുടങ്ങുന്നത്? യെസ്, ഓക്കെ. എന്തൊക്കെയാ ചെയ്യാൻ പോന്നെ? ഞാൻ ആദ്യമായിട്ട് രാഘവൻ സാറിൻ്റെ ശബ്ദമാണ്, പഴയകാല നടൻ രാഘവൻ സാറിൻ്റെ ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ സീരിയലിലെ അദ്ദേഹത്തിന് വ്യത്യസ്തമായ ശബ്ദമാണ് സീരിയലിലെ ഒരു ശബ്ദം. ഓക്കെ. എടാ സുധി, 5 പെൺകുട്ടികളുടെ അച്ഛനാണു ഞാൻ. എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണുപോയാൽ അനുഭവിക്കുന്നത് എൻ്റെ മക്കളാണിടാ. പുള്ളിപ്പുലിയുടെ പുള്ളിയൊരിക്കലും തേച്ചു മായിച്ചു കളിയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നിന്റെ സ്വഭാവവും മോളെ ലക്ഷ്മി. 5 പെൺകുട്ടികളുടെ അച്ഛനാണു ഞാൻ. ഞാൻ ചെയ്യുന്നത് ജനാർദ്ദൻ സാറിൻ്റെ ഒരു വോയിസാണ്. ഓ പപ്പിക്കുട്ടി, പപ്പിക്കുട്ടി വെൽക്കം. എടാ, ആരാണ് ഇത് ഇവിടൊക്കെ കൊടുത്തു വെച്ചത്? എടാ, എല്ലാവരും കൂടി എന്നെ നശിപ്പിച്ച് അടങ്ങുള്ളൂല്ലേ? എടാ, നിന്റെ ആശാൻ എവിടെടാ? അയാളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണ. അവനെന്റെ കയ്യിൽ കിട്ടിയ തള്ളി തള്ളി കൊള്ളി ഞാൻ. ഓ ആരാണ് അടുത്തത്? അടുത്തതായിട്ട് ഞാൻ EA രാജേന്ദ്രൻ സാറിൻ്റെ ശബ്ദമാണ്. മുകേഷ് സാറിൻ്റെ അളിയനായ EA രാജേന്ദ്രൻ സാറിൻ്റെ പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. പ്രണയവർണ്ണങ്ങൾ, ഓക്കെ. അയൽപക്കത്ത് കിടന്ന് വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇനി അമ്മായി കുമ്മായി എന്ന് പറഞ്ഞ് വീടിൻ്റെ പട്ടി ചവിട്ടിയാൽ മുട്ടിൻ്റെ കാലിൻ്റെ മുട്ടിയാൻ തല്ലുപിടിക്കും. കേട്ടോടി ഈ അസത്തെ തെങ്ങിമിന്നെ ഉറുപ്പിക്കല്ല ഉണങ്ങി വീഴുന്നത്. ആരടിവൻ? മാളച്ചേട്ടൻ്റെ ഒരു വോയിസാണ്. അദ്ദേഹം ഈ മമ്മൊക്കെ പറഞ്ഞ ഒരു സിനിമയിലെ ഡയലോഗാണ് അദ്ദേഹം മാളച്ചേട്ടൻ പറയുന്നത്. രാജമണി. അയ്യോ, പണ്ടൊരു പാതിരാത്രിയിലേ മണിയരമതി പൊട്ടിയപ്പോഴാണ് ഞാൻ ആദ്യം വരുന്നത്. നീ ആരാണ്? നിനക്ക് എന്ത് വേണമെന്ന്? ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ വേണമെന്ന്. അപ്പോൾ ആ തള്ള കളി പറയാ എന്നെ അറിയില്ല എന്ന്. ആ ഇരിക്കുന്നത് ആരാന്നറിയോ? ആ തള്ള കളവനാ. അല്ല, എൻ്റെ അച്ഛൻ. അദ്ദേഹമാണ് എനിക്ക് പേരിട്ടത്. മാണിക്യം, രാജമാണിക്യം. അടുത്തതായിട്ട് മാന്നാർ മത്തായി എന്ന ചിത്രത്തിലെ KP ഉമർ സാറിൻ്റെ ഒരു സെന്റി ഡയലോഗാണ്. നിന്നോട് പൊറുക്കണമല്ലേ, നിന്നെ ശപിക്കരുതല്ലേ, നിനക്ക് മാപ്പ് തരണമല്ലേ. നിന്നോട് പൊറുക്കേണ്ടതും ശപിക്കേണ്ടതും മാപ്പ് തരേണ്ടതും അവളാണ്. അവള് തരുമോ തനിക്ക് മാപ്പ്? ആ ശാപം തീർത്താ തീരുമോ നിനക്ക്? അടുത്തത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഫിഗർ ഒക്കെ ചെയ്യാറുള്ള എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ കൊച്ചി അനീഫക്കാണ്. പിള്ളേച്ച കടികാടച്ചത് കേട്ട് നീ കുറെ കയറാണോ മേലെ നിൽക്കുന്നത്? നീ എന്തായാലും ഭൂമിയിലേക്ക് ഇറങ്ങി വരണ കുത്തി പടത്തിക്കളിയാ. ആസട തിരുവനന്തപുരത്തൊക്കെ വിളിച്ചു നോക്കിയാലോ? അടുത്തതായിട്ട് ഭഗത് മാനുവലിൻ്റെ മലർവാടി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. ഓക്കെ, ഭഗത്. പ്രകാശ കേസച്ചിട്ടാ മലർവാടിയിലെ കലാപ്രവർത്തനക്കും ചുക്കാപ്പെടുത്തിയോടാ നീ. പ്രകാശ നീ തളരുതേ, നീ ഇവിടെ അഭിമാനോടാ. ആരാണ്? കഴിഞ്ഞു. ഓക്കെ, എല്ലാം പെട്ടെന്ന് തീർന്നു അല്ലേ? ഷട്ടപ്പെട്ടേന്ന്. ധനീഷ്, ഇപ്പോൾ ഭഗത് മാനുവലിൻ്റെ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് സൗണ്ട് ചെയ്യുന്നത് കേൾക്കുന്നത്. പിന്നെ ധനീഷ് ചെയ്തിരുന്ന എല്ലാ ശബ്ദങ്ങളും അത്യാവശ്യം ഇപ്പോൾ മുകേഷ് ചേട്ടൻ്റെ അളിയൻ്റെ രാജേന്ദ്രൻ ചേട്ടൻ്റെ ശബ്ദം, പിന്നെ മറ്റ് വേറെ ഏതായിരുന്നു? രാഘവൻ സാറിൻ്റെ. ഇതെല്ലാം വളരെ നല്ല അധികം മിമിക്രി ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഉപയോഗിക്കാത്ത ശബ്ദങ്ങളാണ്.
അപ്പോൾ അതൊക്കെ ചെയ്തത് വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. ബാദുഷ വന്ന് നിന്നപ്പോൾ തന്നെ ഈ ഒരു അനീഫിക്കാനെ അരച്ചിളക്കി കുടിച്ച് ശരിക്കും കണ്ടിട്ടുണ്ടോ അനീഫിക്കായിട്ട് നിങ്ങൾ നേരിട്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നസീർക്കാനെ കെറോഫിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വേഷം ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞു കണ്ടിട്ട്? അല്ല, ഞാൻ അങ്ങനെ തെറിയൊന്നും വിളിക്കുന്നില്ല. പത്ത് എന്നെ പഠിച്ചിടാ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ നീ വിളിക്കാറില്ല, എന്നാലും നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാറുണ്ട്. അല്ല, എന്താ പറയുക, അനീഫൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു തമാശ ചീറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആദ്യം പോയി അനീഫക്കാരുടെ അടുത്ത് പറയുള്ളൂ. കാരണം അനീഫൊക്കെ ഭയങ്കര ചിരിയാണ്. ഒരു കുഞ്ഞ് സാധനം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ചിരിക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പോൾ അനീഫക്കാരുടെ അടുത്ത് പറഞ്ഞാൽ ഒരു തമാശ ചീറ്റി പോകാറില്ല, എല്ലാത്തിനും ഭയങ്കര ചിരി കിട്ടും. അത്രയും ശുദ്ധ ഹൃദയനായിരുന്നു. അപ്പോൾ ഒരിക്കലും അനീഫക്ക ഇതൊക്കെ കേട്ട് കഴിഞ്ഞാണെങ്കിൽ അനീഫക്കാർക്ക് ഇഷ്ടപ്പെടില്ലാതെ ഞാൻ അത് ചോദിച്ചത്. അനീഫക്ക ഒരിക്കലും അതിന് കുറ്റം പറയുന്ന ആളല്ലായിരുന്നു കേട്ടാ. നന്നായിരുന്നു ഭാഷ, ചെയ്ത എല്ലാ ശബ്ദങ്ങളും നന്നായിരുന്നു. താങ്ക് യു സിദ്ദിഖ് സർ. ബാദുഷ, ധനീഷ് രണ്ടുപേരുടെയും രണ്ട് വിധത്തിലാണ്. ധനീഷ് ചെയ്തതൊക്കെ ഈ നാദുഷ പറഞ്ഞതുപോലെ പൊതുവെ ആരും ചെയ്യാത്ത ശബ്ദങ്ങളാണ്. അതിൽ രാഘവേട്ടൻ്റെ ശബ്ദം മാത്രം പാട്ടാണോ ഡയലോഗാണോ എന്ന് മനസ്സിലാകാത്ത വിധത്തിലായിപ്പോയി. അത്രയും എക്സാജറേറ്റ് ചെയ്യണ്ട. ശബ്ദം നമുക്ക് ഏതാണ്ട് സാമ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് നീട്ടൽ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഇത് കൂടിപ്പോയി, കുറച്ച് കൂടുതലാണ്. അത്രയും നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോഴാണ് അവർക്ക് കളിയാക്കുന്നതായിട്ട് തോന്നുന്നത്. അല്ല, ബാക്കിയെല്ലാം നന്നായിരുന്നു. അതുപോലെ ബാദുഷ ചെയ്തതിനകത്ത് ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ശബ്ദത്തിനൊക്കെ നല്ല പെർഫെക്ഷൻ ഉണ്ട്. ജനേട്ടൻ്റെ ആണെങ്കിലും പിന്നെ അനീഫ്ക്കാടെ ആണെങ്കിലും കണ്ണടച്ച് കേട്ട അനീഫ്ക്ക പറയുന്നത് പോലെ മാളച്ചേട്ടനാണെങ്കിലും 3 പേരുടെയും. പിന്നെ ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ ബിസിനസ്സിലുള്ള കാരണം പ്രോഗ്രാമിലൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വേദി ഇങ്ങനെ വന്നത്. പഴയൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ ജീവിത സാഹചര്യമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ പ്രോഗ്രാം കുറവാണ്. എന്നാലും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഇപ്പം പഴയ ഫോമിൽ നന്നായിരുന്നു. ഐസ്ക്രീം കച്ചവടമാണ് അല്ലേ? ഐസ്ക്രീമിന്റെ ഒരു കച്ചവടമാണ് അത്. നാട്ടിൽ തന്നെ ഒരു ക്യാച്ച് ഐസ്ക്രീം ഇപ്പൊ എല്ലാവരെയും ഒന്ന് തണുപ്പിക്കാമെന്ന് തീരുമാനിച്ചു. തണുപ്പിക്കും ചെറുപ്പിക്കും അങ്ങനെ. പണ്ട് സ്കൂളിൽ വെച്ചിട്ട് ടീച്ചേഴ്സ് ആരാകണം എന്നുള്ളൊരു ചോദ്യമില്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഐസ്ക്രീം കച്ചവടക്കാരനായിരുന്നു. എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നിനുമല്ല. ഐസ്ക്രീം കച്ചവടക്കാരനാണെന്നുള്ളത് അത് ബാദുഷ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ ഐസ്ക്രീം നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഓരോ നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നന്നായി നമ്മൾ കഴിക്കും. പിന്നെ വീട്ടിൽ ഓരോരുത്തർ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർ ഐസ്ക്രീം കൊണ്ടുപോകും. അപ്പം അതും ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അത് ചെയ്യുന്നു. അപ്പം അങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഇവരെ മിമിക്രിയെ പറ്റി ഇവിടെ നാദിർ ഷായും സിദ്ദീഖും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ പറയാനുള്ള കഴിവ് എനിക്കില്ലതാനും. ഞാൻ ഇത് ആസ്വദിച്ചു രണ്ടും. ഈ ഒരുപാട് ആൾ കയറി മേയാത്ത ഇടങ്ങളാണ് രാഘവേട്ടന്, നമ്മളെ ഭഗത് മാനുവലിനൊക്കെ. അതൊക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തു. പിന്നെ മാളരവിന്ദൻ എല്ലാം വളരെ ആകർഷണമായി തോന്നി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.